നിക്കരാഗ്വ ഭരണകൂടം വിലക്കിയതിനെ തുടർന്ന് കോസ്റ്റാറിക്കയിൽ എത്തിയ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിലെ അംഗങ്ങളെ മുട്ടുകുത്തി കൈചുംബിച്ച് സ്വീകരിച്ച് തിലറൻ ലൈബീരിയ ബിഷപ്പ് മോൺസിഞ്ഞോർ യൂജനിയോ സലാസർ മൊറ. കന്യാസ്ത്രീകളെ ആദരവോടെ സ്വീകരിക്കുന്ന ബിഷപ്പിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരം നേടുകയാണ്. നിങ്ങളെ സ്വീകരിച്ചതിലൂടെ ഞങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാണ് ബിഷപ്പ് ഇവരെ സ്വീകരിച്ചത്. പ്രസിഡന്റ് ഡാനിയൽ ഓർട്ടഗയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മദർ തെരേസ രൂപം കൊടുത്ത മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം നിക്കരാഗ്വയിൽ വിലക്കിയിരുന്നു. പ്രസ്തുത സന്യാസിനി സമൂഹത്തിലെ 18 കന്യാസ്ത്രീകളെ കാൽനടയായി അതിർത്തി കടത്തിയത് സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ നിലപാടാണ് വ്യക്തമാക്കുന്നത്. വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ അതിർത്തിയായ കോസ്റ്റാറിക്കയിൽ എത്തിയ കന്യാസ്ത്രീകളെ ബിഷപ്പ് ആദരവോടെ സ്വീകരിച്ചു. നിങ്ങളെ സ്വീകരിക്കുക വഴി ഞങ്ങൾ യേശുവിനെയാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ മോൺസിഞ്ഞോർ യൂജനിയോ സലാസർ മൊറ പ്രൊവിഷ്യൽ മദറിന്റെ മുന്നിൽ മുട്ടുകുത്തി അവരുടെ കൈ ചുംബിച്ചാണ് സ്വീകരിച്ചത്. ബിഷപ്പിന്റെ ഈ പ്രവൃത്തി പ്രസ്തുത സന്യാസിനി സമൂഹം ലോകത്തിന് നൽകി വരുന്ന സേവനത്തിനുള്ള ആദരമാണെന്ന് തിലറൻ ലൈബീരിയ രൂപത അറിയിച്ചു. എന്ത് കാരണത്താലാണ് നിക്കരാഗ്വയിലെ അവശർക്കും ദരിദ്രർക്കുമിടയിൽ പ്രവർത്തിക്കുന്ന ഇവരെ നിക്കരാഗ്വ സർക്കാർ ഒഴിവാക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ബിഷപ്പ് പറഞ്ഞു. സർക്കാരിന്റെ ഈ ക്രൂരതയിൽ പ്രതികരിക്കുകയോ വാദപ്രതിവാദങ്ങൾക്കോ ഇവർ ഉദ്യമിക്കാതിരിക്കുന്നത് ദൈവാശ്രയത്തിൽ അടിയുറച്ച ജീവിതം നയിക്കുന്ന സന്യാസിനികളായതുകൊണ്ടാണെന്ന് ബിഷപ്പ് ഊന്നി പറഞ്ഞു. കോസ്റ്റാറിക്കയിൽ എത്തിച്ചേർന്ന കന്യാസ്ത്രീകളിൽ വളരെ പ്രായമായവരും ഉൾപ്പെട്ടിരുന്നുവെന്ന് ബിഷപ്പ് വ്യക്തമാക്കി. അതിർത്തി കടക്കുന്നതുവരെ അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു. അവരെ നിക്കരാഗ്വയിൽ തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ആ ജനതയ്ക്ക് അവർ ആശ്രയമാകുമായിരുന്നെന്നും ബിഷപ്പ് വിലയിരുത്തി. നിസ്സഹായരായ മനുഷ്യർക്ക് സേവനം നൽകി വന്നിരുന്ന ഈ കന്യാസ്ത്രീകൾ തെറ്റൊന്നും ചെയ്യാതെയാണ് നാടുകടത്തപ്പെട്ടിരിക്കുന്നതെന്നും അത് വലിയൊരു വേദനയാണെന്നും ഇത്തരം സഹനങ്ങൾ ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു.